മഞ്ചേശ്വരത്തെ തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനെത്തിയിരിക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? അതും BJP സ്ഥാനാർത്ഥിക്ക്. ക്രിക്കറ്റ് ഇതിഹാസം രവി ശാസ്ത്രി എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഝാൻസി റാണിയും എത്തിയിട്ടുണ്ട്. വിശദമായി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അബ്ദുള്ളക്കുട്ടി സാറെ ക്ഷണിക്കാം. അബ്ദുള്ളക്കുട്ടിയെ മറന്നു കാണുമെന്ന് വിചാരിക്കുന്നില്ല. എന്തായാലും അബ്ദുള്ളക്കുട്ടി പറയുന്നത് ആദ്യം കേട്ടിട്ടാവാം മറ്റുള്ള കാര്യപരിപാടിയിലോട്ട്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് മലയാളക്കരയിലെ ഝാൻസി റാണി എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ടൗണിൽ വിശദമായി പ്രസംഗിക്കുന്നുണ്ട്. അത് രവീന്ദ്ര ശാസ്ത്രിയുടെ വിജയത്തിന് ശേഷമായിരിക്കും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു. ഭാരത് മാതാ കി. അപ്പോൾ ഏകദേശം കാര്യം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. കേരളക്കരയുടെ ഝാൻസി റാണിയാണ് പോലും നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ നമ്മൾ കാണുന്നുള്ളത് അത്യാവശ്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ്. കാരണം ഇത്തിരി തമാശകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. ചാനൽ ചർച്ചകളിൽ വന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് ചിരിച്ചു മരിക്കുന്ന മലയാളികൾക്ക് ഝാൻസി റാണി എന്ന അബ്ദുള്ളക്കുട്ടിയുടെ പ്രയോഗം എങ്ങനെ താങ്ങാനാവും? ട്രോളന്മാരുടെ അവസ്ഥ ഓർക്കാനേ വയ്യ. മറ്റൊരു കാര്യം, സ്വന്തം പാർട്ടിക്കാരനായ മഞ്ചേശ്വരത്തെ BJPയുടെ സ്ഥാനാർത്ഥി രവിഷാ തന്ത്രിയെ വിളിച്ചത് രവീന്ദ്ര ശാസ്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പാവം രവിശാസ്ത്രി ഇത് കേൾക്കാതെ പോകട്ടെ. പറഞ്ഞതൊക്കെ കൊള്ളാം. അബ്ദുള്ളക്കുട്ടിക്ക് നല്ല ക്ലാസ് തന്നെ ശാഖയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മിടുക്ക് നമ്മൾ വേദികളിൽ കാണാറുമുണ്ട്. ഇനി ശോഭാ സുരേന്ദ്രനോടൊപ്പവും VV രാജേഷിനോടൊപ്പവും അതുപോലെ തന്നെ ഗോപാലേട്ടനോടൊപ്പവുമൊക്കെ നമുക്ക് അബ്ദുള്ളക്കുട്ടിയെയും കാണാം. അബ്ദുള്ളക്കുട്ടിക്ക് ശാഖയിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ശാഖയിൽ പോയി കഴിഞ്ഞാൽ വിവരം കട്ടാകുമെന്ന് പറയുന്ന ട്രോളന്മാരോട് ഈ നിമിഷത്തിൽ നന്ദി പറയുകയാണ്. യാഥാർത്ഥ്യം വസ്തുതാപരമായിട്ട് അവർ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒടുവിൽ അബ്ദുള്ളക്കുട്ടിയാണ് ഇപ്പോൾ BJPയുടെ താരം. അബ്ദുള്ളക്കുട്ടി പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നല്ല ക്ലാസ്സിന് നല്ല ഉത്തരം തന്നെ അബ്ദുള്ളക്കുട്ടി വേദികളിൽ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.